Let us start our new module, the Laplace transforms. ഇത് നിങ്ങൾക്കൊരു പുതിയ കൺസെപ്റ്റാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല അവിടെയും, പക്ഷേ ഇതിൽ ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സുപരിചിതമാണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം വിച്ച് കൺവേർട്സ് എ റിയൽ വേരിയബിൾ ഫംഗ്ഷൻ ടു എ കോംപ്ലക്സ് വേരിയബിൾ ഫംഗ്ഷൻ. ഒരു റിയൽ വേരിയബിൾ ഫംഗ്ഷനെ നമ്മൾ കോംപ്ലക്സ് വേരിയബിൾ ഫംഗ്ഷനിലോട്ട് മാറ്റുന്ന ഒരു ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോമിന് ഒരു വൈഡ് ആപ്ലിക്കേഷൻ ഉണ്ട് ഇൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ശരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനൊരു ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോംസ്. അതുപോലെ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഏരിയയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ഇതിലൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്, പിന്നെ അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് മെത്തേഡ്, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഉള്ളത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ലാപ്ലേസ് ട്രാൻസ്ഫോംസ്. Let f of t be a function of t defined for all non-negative values of t. Then the Laplace transform of f of t denoted by L of f of t is defined as L of f equal to integral 0 to infinity e raised to minus st f of t dt provided that the integral exists. ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫോർ ഓൾ നോൺ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ടി, അതായത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് എഫ് ഓഫ് ടി ഡിഫൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റഗ്രേഷനാണ്, ഈ ഒരു ഇൻ്റഗ്രൽ ഫോമാണ്, അല്ലെങ്കിൽ ഈ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിനെയാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് പറയുന്ന ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി ഡി ടി എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള വേർഷൻസ് നമ്മൾ പറയും. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡെറിവേറ്റീവ്സ് ഒക്കെ അറിയുന്നത് പോലെ കുറച്ചൊക്കെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കി എൽ ഓഫ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എൽ ഓഫ് എഫ് ഓഫ് ടി എന്നും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഡിനോട്ട് ചെയ്യാൻ എൽ ഓഫ് എഫ് എന്നും പറയും കേട്ടോ. ഇവിടെ നമ്മൾ എസ് എന്ന് ഈ എൽ ഓഫ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി അല്ലേ, ഈ ഫംഗ്ഷനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു റിസൾട്ടൻ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒന്ന് അതിൻ്റെ ആ ഡിനോട്ട് ചെയ്ത രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. എൽ ഓഫ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഇത് കിട്ടുന്നത് എഗെയിൻ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഇത് വേരിയബിൾ എസ് ആയിരിക്കും. അപ്പോൾ ആ ഫംഗ്ഷനെ ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എടുത്ത നമ്മളുടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ടി ആണ്. എഫ് ഡിപ്പെൻഡ്സ് ഓൺ ടി, എ നോൺ നെഗറ്റീവ് റിയൽ വേരിയബിൾ ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോം. അതുപോലെ തന്നെ ഇറ്റ്സ് എ ട്രാൻസ്ഫോം. ഇതിൻ്റെ ട്രാൻസ്ഫോം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇത് വേരിയബിൾ എസ് അല്ലേ, അതായത് നമ്മൾ ടി എന്ന് പറയുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് റിയൽ ആണ്. ഓക്കെ, ടി എന്ന് പറയുന്ന റിയൽ നോൺ നെഗറ്റീവ് റിയൽ വേരിയബിളിനെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എസ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് വേരിയബിൾ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഒരു റിയൽ വേരിയബിൾ ഫംഗ്ഷനെ കോംപ്ലക്സ് വേരിയബിൾ ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റാൻ യൂസ് ചെയ്യുന്ന ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന്. ഓക്കെ, ഇങ്ങനെ ഈ ഓപ്പറേഷനെയാണ്, അതായത് എൽ ഓഫ് എഫ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷനെ നമ്മൾ പറയുന്ന പേരാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി നമ്മളിപ്പോൾ എന്താ എഴുതിയത്? എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് അല്ലേ, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും കൂടി ഡിഫൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്
the original function f of t of the equation 1 is called the inverse transform of capital F of s and denoted by L inverse of f. അതായത് നമ്മളിവിടെ ഈ ഒരു ഇക്വേഷനിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയും. ഓക്കെ, അതായത് നമുക്കിങ്ങനെ ഡിനോട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നമ്മളെ കയ്യിലുണ്ടായിരുന്നത് ഇതാണ്, എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ നമുക്ക് തിരിച്ചും ഡിഫൈൻ ചെയ്യാം. ഈ ഒറിജിനൽ ഫംഗ്ഷൻ എന്ത് പറയാം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് പറഞ്ഞത്. അതായത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും കൂടെ ഉണ്ട് എന്നർത്ഥം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് എലമെൻ്ററി ഫംഗ്ഷൻസിൻ്റെ ട്രാൻസ്ഫോംസ് ആണ്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സം എലമെൻ്ററി ഫംഗ്ഷൻസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് റിസൾട്ട് എൽ ഓഫ് 0 ഈക്വൽ ടു 0. അതായത് നമ്മളിവിടെ ശരിക്കും ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഒരു സാധാരണ എല്ലാ സാധാരണ യൂസ് ചെയ്യുക സ്ക്രിപ്റ്റ് എല്ലാമാണ്, നിങ്ങൾ അങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷനായിട്ട് നമ്മൾ എൽ ഓഫ് എഫ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഈക്വൽ ടു 0. അതായത് 0 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ 0 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടി എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് റിയൽ വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 0 ഈക്വൽ ടു നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റീസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്നാണ്. എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ എഫ് എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റീസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ നമ്മളുടെ റിസൾട്ട് എന്താണ്? എൽ ഓഫ് 0 ഈക്വൽ ടു 0. ദിസ് ഇസ് ദ ഫസ്റ്റ് റിസൾട്ട്. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റിലൊക്കെ ഇത് പറയുമ്പം നമ്മളത് സ്ട്രിക്റ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് വെക്കുക, കാരണം പ്രോബ്ലംസ് ചെയ്യുമ്പം നമുക്ക് മെമ്മറൈസ് ചെയ്യുന്നത് തന്നെയായിരിക്കും കൂടുതൽ ആയിട്ട് അത് പ്രോബ്ലംസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സമയക്കുറവ് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. സെക്കൻഡ് വൺ എൽ ഓഫ് 1. അതായത് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ഈക്വൽ ടു 1/s എന്നാണ് വരുന്നത്. എസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുന്നതെന്ന്. Here f of t equal to 1 for all t greater than or equal to 0. നമുക്ക് L of f of t equal to L of 1 equal to integral 0 to infinity e raised to minus st into 1 f of t 1 ആണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 dt equal to ദിസ് ഈക്വൽ ടു എന്താ വരിക? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി അല്ലേ? നമുക്കിതിനെ എന്ത് ചെയ്യാം? ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്. ലിമിറ്റ് കൊടുക്കുക 0 ടു ഇൻഫിനിറ്റി. നമുക്കിവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ റേസ് ടു മൈനസ് എസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. ദാറ്റ് ഇസ് 0 മൈനസ്, അതായത് ഡിവൈഡഡ് ബൈ ഒരു മൈനസ് എസ് ഉണ്ട്. അപ്പം ഞാൻ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 വരും. ദാറ്റ് ഈസ് മൈനസ് 1 ബൈ മൈനസ് എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ്. സോ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? എൽ ഓഫ് 1 ഈക്വൽ ടു 1 ബൈ എസ്. ദിസ് ഇസ് ദ അനദർ റിസൾട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണ്. മൂന്നാമത്തത് എൽ ഓഫ് ടി. എൽ ഓഫ് ടി ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ എസ് ഗ്രേറ്റർ ദാൻ 0. അതായത് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ബൈ എസ് സ്ക്വയർ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്ത് നോക്കാം. എൽ ഓഫ് എഫ് ഈക്വൽ ടു L of f equal to L of t, that is equal to integral 0 to infinity e raised to minus st into t ആണ് t dt. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ആൾജിബ്രായിക് ഫംഗ്ഷനും വന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അതായത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇൻറ്റു ആൾജിബ്രായിക് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം I ലൈറ്റ് എന്ന് പറഞ്ഞ റൂൾ അറിയാം അല്ലേ?
അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാനുള്ള റൂളാണ് ഹൈലൈറ്റ് റൂൾ. അപ്പോൾ ഇവിടെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ I എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, L എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഫംഗ്ഷൻ, A എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക് ഫംഗ്ഷൻ, T എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, E എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വന്നാലും ഏതിന് വേണമെങ്കിലും പ്രിഫറൻസ് ആദ്യം കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രിയോറിറ്റി നമുക്ക് പോകുന്നത് ഇതാണ്. അതായത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ലോഗരിതമിക് വന്നാൽ നമ്മൾ ആദ്യം എന്തിന് പ്രിഫറൻസ് കൊടുക്കണം? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്ക് വേണം പ്രിഫറൻസ് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എക്സ്പൊണൻഷ്യലും ഓൾജിബ്രായിക്കുമാണ്. അപ്പോൾ ഓൾജിബ്രായിക്കിനാണ് പ്രിഫറൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ഇൻ്റഗ്രൽ 0 to ∞ t × e⁻st dt. ഓക്കെ, നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്. ഓക്കെ, ഇവിടെ നമുക്ക് അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് പോവാം. ഇവിടെ നിങ്ങൾ അതായത് t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പം ഇവിടെ e⁻∞ വരും. ദാറ്റ് ഈസ് 0 ആണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഈ 0 അപ്ലൈ ചെയ്യുമ്പോൾ ടിക്ക് 0 ആയി പോകുമ്പോൾ ഇത് ടോട്ടൽ, ഈ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ടേം ടോട്ടലായിട്ട് 0 ആയി പോകും. 0 മൈനസ് ഇൻ്റഗ്രൽ 0 to ∞, ഇത് പ്ലസ് ആവും. അതുപോലെ തന്നെ ഇതിനെ ഒരു വട്ടം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് e⁻st ഡിവൈഡഡ് ബൈ -s, ഓൾറെഡി ഒരു s ഇവിടെ ഉണ്ട്. 0 to ∞, നിങ്ങൾക്ക് കിട്ടുന്നത് -1/s² ഇൻറ്റു e⁻st ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 0, അതുപോലെ തന്നെ 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s². സോ നമ്മളുടെ അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് L of t ഈക്വൽ ടു 1/s² എന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ റിസൾട്ട്. L of t power n ഈക്വൽ ടു n factorial divided by s⁻n plus 1, s greater than 0. n പറയുന്നത് 1, 2, 3. അതായത് നമുക്കൊരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? t പവർ n ആണ്. f of t ഈക്വൽ ടു t പവർ n. നമുക്ക് നമ്മുടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. L of t പവർ n ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ e⁻st ഇൻറ്റു t പവർ n dt. ഇവിടെ നമുക്ക് ഓൾജിബ്രായിക് ഫംഗ്ഷനാണ് ഫസ്റ്റ് എഴുതേണ്ടത്. സോ നമുക്കതിനെ ഇൻ്റഗ്രൽ 0 to ∞ t പവർ n ഇൻറ്റു e⁻st dt എന്ന് എഴുതാം. നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് minus integration of derivative of first n into t⁻n−1 into e⁻st divided by -s dt. ഓക്കെ, ഇവിടെ ഇതിനെ ഒന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം ഫസ്റ്റ് ടേമിൽ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിയുടെ കേസ് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിപ്പോവും, 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിപ്പോവും. അപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ട് ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ്, ഈ ഒരു ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആവും. അതുപോലെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. ഇവിടെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുന്ന വേരിയബിൾ ഒരു n ഉണ്ട്, ഡിവൈഡഡ് ബൈ s. ഇൻ്റഗ്രൽ 0 to ∞, ഇവിടെ നമുക്ക് കിട്ടുന്നത് t⁻n−1 ഇൻറ്റു e⁻st dt. പിന്നെ നമ്മളിങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് അതായത് നമുക്കിങ്ങനെ ഓരോ ഫംഗ്ഷനായിട്ട് കിട്ടുക ചെയ്യാം. അപ്പോൾ നമുക്കൊരു റിക്കർസീവ് മെത്തേഡ് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് n/s ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ∞ t⁻n−1 ഇൻറ്റു e⁻st dt എന്നല്ലേ കിട്ടിയത്. അപ്പോൾ നമ്മളുടെ L of f എന്താണ് കിട്ടിയത്? അതായത് L of t പവർ n എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ 0 to ∞ t പവർ n ഇൻറ്റു e⁻st dt. നിങ്ങൾ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. ഇവിടെ ഈ t പവർ n−1 ഇൻറ്റു e⁻st dt നമുക്ക് എങ്ങനെ എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t പവർ n−1 എന്ന് എഴുതാലോ. അതായത് ഇതിനെ n/s ഇൻറ്റു ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t പവർ n−1 ആണ്. അത് അതിൻ്റെ ഡെഫിനേഷനാണ് മുകളിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു റിക്കർസീവ്
ഫോമുലയാണ് കിട്ടിയത്. എൽ ഓഫ് ടി പവർ എൻ ഈക്വൽ ടു എൻ ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി പവർ എൻ മൈനസ് വൺ എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ ഈ എന്നിനെ നമുക്ക് എൻ മൈനസ് വണ്ണുമായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇവിടുത്തെ സെക്ഷനിൽ എന്ത് കിട്ടും? എൽ ഓഫ് ടി പവർ എൻ മൈനസ് ടു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എൽ ഓഫ് ടി പവർ എൻ മൈനസ് വണ്ണിനെ നമ്മളിങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എൻ മൈനസ് വൺ ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി പവർ എൻ മൈനസ് ടു എന്ന് കിട്ടും അല്ലേ. അതുപോലെ തന്നെ എൻ മൈനസ് ടു ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ഓഫ് ടി പവർ എൻ മൈനസ് ടു ഈക്വൽ ടു എൻ മൈനസ് ടു ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി പവർ എൻ മൈനസ് ത്രീ എന്ന് കിട്ടും. ഇങ്ങനെ ഇതൊരു ഫൈനൈറ്റ് സ്റ്റേജ് അല്ലേ ഉള്ളൂ. എൻ സ്റ്റേജ്, അതായത് ഇത് എവിടെ എത്തുമ്പോൾ ഇത് അന്ന് തീർന്നു പോകും. എൻ മൈനസ് ടു, എൻ മൈനസ് ത്രീ, എൻ മൈനസ് ഫോർ എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം എന്ത് വരും? എൻ മൈനസ് എൻ വരുമ്പോൾ അത് തീർന്നു പോകും അല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ ഓഫ് ടി ക്യൂബ് വരും ഒരു സ്റ്റേജ് എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് 3/s ഇൻറ്റു, അതായത് ടി പവർ എൻ മൈനസ് ടു എന്ന് പറയുന്നത് എൻ മൈനസ് ടു ഡിവൈഡഡ് ബൈ എസ് തന്നെയാണ് വന്നത്. അപ്പോൾ എൽ ഓഫ് ടി പവർ 3 എന്ന് പറഞ്ഞാൽ 3/s ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ എന്ന് വരും. അതുപോലെ നമുക്ക് എൽ ഓഫ് ടി സ്ക്വയർ എന്ത് എഴുതാം? എൽ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു 2/s ഇൻറ്റു എൽ ഓഫ് ടി എന്ന് എഴുതാം. അതുപോലെ നമുക്ക് എൽ ഓഫ് ടി എന്ന് പറഞ്ഞാലോ, നമുക്കിനി എൽ ഓഫ് ടി എന്താ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൽ ഓഫ് ടി പവർ എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എൽ ഓഫ് ടി പവർ എൻ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൽ ഓഫ് ടി പവർ എൻ മൈനസ് വൺ ആണ്. അത് നമുക്ക് എന്താണെന്ന് അറിയാം? എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി പവർ എൻ മൈനസ് ടു ആണെന്ന് അറിയാം. എൽ ഓഫ് ടി പവർ എൻ മൈനസ് ടു എന്ന് പറഞ്ഞാൽ എൻ മൈനസ് ടു ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി പവർ എൻ മൈനസ് ത്രീ ആണെന്നറിയാം. അങ്ങനെ പോയി എവിടെ എത്തും? 3/s ഇൻറ്റു 2/s ഇൻറ്റു, അതായത് 3/s ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ വരും അടുത്ത ടേമിൽ. ഇപ്പോൾ എൽ ഓഫ് ടി സ്ക്വയറിന് വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2/s ഇൻറ്റു എൽ ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി എൽ ഓഫ് ടി എന്താണെന്ന് നമുക്കറിയാം, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് n/s ഇൻറ്റു n മൈനസ് 1/s ഇൻറ്റു n മൈനസ് 2/s ഇൻറ്റു എക്സെട്ര അപ് ടു 2/s ഇൻറ്റു എൽ ഓഫ് ടി നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു, എന്തായിരുന്നു? 1/s സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു 2 ഇൻറ്റു 1 എന്നല്ല കിട്ടിയത്. അത് നമുക്ക് n ഫാക്ടോറിയൽ എന്ന് എഴുതാലോ, ഡിവൈഡഡ് ബൈ ഇവിടെ s ആണ്, s ഇൻറ്റു എക്സെട്ര അപ് ടു ഇത്രയും s. ഇതുവരെ വരുമ്പോൾ ഒരു s റൈസ് ടു n ടേംസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 1 അഡീഷണൽ ആയിട്ട്, അപ്പോൾ s റൈസ് ടു n പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടി പവർ n എന്ന് പറയുന്നത് എൽ ഓഫ് ടി പവർ n ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റൈസ് ടു n പ്ലസ് 1 ആണ്. ഓക്കെ, ഇതാണ് അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു റിമാർക്കായിട്ട് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അതായത് ഇങ്ങനത്തെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എക്സാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതിന് ചോദിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ, ഇവിടെ ഈ n എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ് ആണ് എപ്പോഴും. ഇവിടെ നമ്മൾ n ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട് n ഈക്വൽ ടു 1 2 3 എക്സെട്ര ആണ്. അപ്പോൾ നമുക്കിവിടെ ടിയുടെ പവർ ഇൻഡിജേഴ്സ് ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടി എന്ന് പറയുന്ന ടിയുടെ പവർ ഇൻഡിജർ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ഇഫ് ഈസ് എനി റിയൽ നമ്പർ, എനി പോസിറ്റീവ് റിയൽ നമ്പർ ദെൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്നാണ് നോക്കുന്നത്. ദെൻ എൽ ഓഫ് ടി പവർ എ എന്നെന്താ ആയിരിക്കും? എൽ ഓഫ് ടി പവർ എ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? അപ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യാം? നമുക്കിതിൽ റിസൾട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മളുടെ റിസൾട്ടിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി പവർ എന്നാണ് വരിക. അപ്പോൾ ഞാൻ ആൾജിബ്രായിക് ഫംഗ്ഷൻ ആദ്യം എഴുതുന്നു, ടി പവർ എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലൊരു ചെറിയ ചേഞ്ച് വരുത്താം. ഇവിടെ നമുക്കിത് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്കിവിടെ എസ് ടി ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എസ് ടി ഈക്വൽ ടു എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും? ഇവിടെ ഡി ടി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് പറഞ്ഞാൽ എന്താവും? എക്സ് ബൈ എസ് ആവും അല്ലേ, ഡി എക്സ് ബൈ എസ് ആവും, ഡി എക്സ് ബൈ എസ്. പിന്നെ ടി ടെൻസ് ടു 0 ആകുമ്പോൾ എക്സ് ടെൻസ് ടു 0 തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളതിനൊന്നും, അതായത് ലിമിറ്റിന് ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഇവിടെ മാറ്റങ്ങൾ വരുന്നത് ടിക്ക് മാറ്റം വരും. ടി എന്താവും? ടി ഈക്വൽ ടു എക്സ് ബൈ എസ് ആവും. അപ്പോൾ ടി എന്ന് പറയുന്നത് എക്സ് ബൈ എസ് ആവും. ദാറ്റ് ഈസ് എക്സ് ബൈ എസ് ദ ഹോൾ പവർ എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്നത് ST = x ആണ്. സോ -x ആവും ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ dx/s ആവും.
ഓക്കെ, അതായത് നമുക്കൊന്ന് നല്ലോണം എഴുതി നോക്കാം എന്താണിതെന്ന്. നമുക്ക് പരിചയമുള്ള സാധനമായിരിക്കും ഇത്. നമുക്കിതിനെ എഴുതുമ്പം എസിനെയൊക്കെ ഒന്ന് ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതാം. ഇവിടെ ഒരു എസ് പവർ എ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു എസ് ഉണ്ട്. അപ്പം നമുക്കിതിനെ 1/s പവർ a+1 എന്ന് എഴുതാം. ഇൻ്റഗ്രൽ 0 to ∞. ഇവിടെ x raised to a into e raised to -x dx എന്നാണ്. ഓക്കെ, ഇതിൽ നമുക്ക് എന്താ കിട്ടിയേ? ഇതെന്താ, നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഗാമ ഫംഗ്ഷൻ ആണല്ലേ. ഗാമ ഓഫ് a+1 ഡിവൈഡഡ് ബൈ s raised to a+1. ഓക്കെ, ഇവിടെ അറിയാലോ ഗാമ ഓഫ് a+1 എന്താണ്. ഗാമ ഓഫ് a+1 ഇസ് ദ ഗാമ ഫംഗ്ഷൻ ഓഫ് a+1. നിങ്ങൾ സ്റ്റാർട്ടിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്, അതുപോലെ റിയലിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ റിസൾട്ട് എന്താണ്? L of t power a equal to a എന്ന് പറയുന്നത് എനി പോസിറ്റീവ് റിയൽ നമ്പർ ഗാമ ഓഫ് a+1 ഡിവൈഡഡ് ബൈ s raised to a+1 ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇടയ്ക്ക്. അതായത് a എന്ന് പറയുന്നത് 1/2 ആയിട്ട് എക്സാമിന് ഒരിക്കൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യാം നിങ്ങൾ. ഇനി നെക്സ്റ്റ് L of e power 8. അടുത്ത റിസൾട്ട് നമ്മൾ 5th അല്ലേ പറയുന്നത്. L of e power 8 which is equal to 1/s minus a and s is greater than a, that is minus a greater than 0, that is s is greater than a. നമുക്ക് തന്നെ നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ ഈസിയാണ്. നമുക്കിവിടെ f of t equal to e power a ആണ്. അതുകൊണ്ട് L of e power 8 equal to integral 0 to ∞ e raised to -st into e power 8 dt. നമുക്കിവിടെ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to ∞ e പവർ മൈനസിന് ഔട്ട് സൈഡ് എടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് പവേഴ്സിനെ ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതാമല്ലോ. -s - a t dt എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to -s - a t ഡിവൈഡഡ് ബൈ -s - a മൈനസ് ഓഫ് s - a. ഇവിടെ അല്ല ബ്രാക്കറ്റ് വരേണ്ടത്, ഇവിടെ 0 to ∞ കൊടുക്കുമ്പോൾ നമുക്ക് 0 ആയി പോവും. അതുപോലെ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അപ്പം 0 - 1 ബൈ മൈനസ് ഓഫ് s - a ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ s - a. നമ്മൾ പഠിച്ച അടുത്ത റിസൾട്ടാണ്. e raised to at എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ഇസ് ഈക്വൽ ടു 1/s - a. ദിസ് ഇസ് ദ നെക്സ്റ്റ് റിസൾട്ട്. നെക്സ്റ്റ് റിസൾട്ട് 6. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 80 which is equal to a divided by s square plus a square. ഓക്കെ, നമ്മളുടെ f of t എന്താ അവിടെ? f of t equal to sin 80. ഇവിടെ ഞാൻ പറയാത്തൊരു കാര്യമാണ്, t is always നോൺ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. എപ്പോഴെപ്പോഴും പറയുന്നില്ല, അത് ഡെഫിനേഷൻ്റെ കേസിലെ അങ്ങനെയാണ്. L of sin 80 equal to integral 0 to ∞ e raised to -st into sin 80 dt. ഓക്കെ, ഞാൻ പറഞ്ഞു ഹൈലൈറ്റ് റൂളിൽ ട്രിഗണോമെട്രിയും എക്സ്പോണൻഷ്യലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഫസ്റ്റും സെക്കൻഡും യൂസ് ചെയ്യാം. ഓക്കെ, എന്തായാലും റിസൾട്ട് സെയിം ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പോണൻഷ്യലാണ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ലിമിറ്റ് ഒഴിവാക്കിയിട്ട്, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഐ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരു കേസിൽ ഫോർവേഡ് ചെയ്യാണ് ചെയ്യുന്നത്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നമുക്ക് നോക്കാം. കൺസിഡർ ഇൻ്റഗ്രൽ e raised to -st sin 80 dt is equal to e raised to -80 minus of cos 80 divided by a. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ -s ഇൻറ്റു e raised to -st ഇൻറ്റു integral of second minus cos 80 divided by a dt. ഇവിടെ നമുക്ക് കിട്ടുന്ന
ഒരു -1/a ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു e⁻80 cos 80 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഈ മൈനസും കൂടെ പ്ലസ് ആയിപ്പോയി. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാനുള്ളതൊക്കെ ഔട്ട്സൈഡ് എടുത്ത് വെക്കാം. s/a. ബാക്കിയുള്ളത് നമുക്ക് ഇനി e⁻st × cos 80യുടെ ഇൻ്റഗ്രേഷൻ വീണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആ ഇൻ്റഗ്രേഷൻ ഒന്നിവിടെ പെർഫോം ചെയ്യാം. അതായത് -s/a, അതായത് മൈനസും കൂടെ പ്ലസ് ആയി s/a ഔട്ട്സൈഡ് എടുത്തു. ഇനി നമുക്കുള്ളത് e⁻st × cos 80 ആണ്. അതിന് ഇൻ്റഗ്രേഷൻ ഉണ്ടല്ലോ, അത് വീണ്ടും പ്രോഡക്റ്റ് അല്ല. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വീണ്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം നമുക്കതിനെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. cos 80യുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sin a/t/a മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ -s ഇൻറ്റു e⁻st ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്. cos 80യുടേത് sin a/t/a dt. ഈ ഒരു ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. -1/a e⁻st cos 80. നമുക്കിവിടെ കോമൺ ആയിട്ടുള്ളതിനൊക്കെ ഔട്ട്സൈഡ് എടുക്കാം. ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ ഒരു a ഉണ്ട്. നമുക്കതിനെ ഔട്ട്സൈഡ് എടുത്തിടാം. അപ്പോൾ നമുക്കിവിടെ -s/a² എന്ന് കിട്ടും. പിന്നെയുള്ള ഓരോ ടേമിനെയും നമുക്ക് നോക്കാം എന്താ കിട്ടുന്നതെന്ന്. -e⁻st sin 80/a. നമുക്കിതിനെ എല്ലാത്തിനെയും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പം s/a² ഇൻറ്റു e⁻st sin 80 എന്ന് വരും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഈ മൈനസ് എടുക്കുമ്പോൾ പ്ലസ് ആവും. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു മൈനസും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കത് മൈനസ് തന്നെയായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ ഈ എസ്സിനെ എസ് പറഞ്ഞാൽ s²/a ഇൻറ്റു a എന്ന് പറഞ്ഞാൽ a², അല്ല s²/a² ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e⁻st sin a/t/a dt. ഓക്കെ, ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നോക്കാം. നമ്മൾ എന്തായിരുന്നു ഇവിടെ എന്താണ് നമുക്കുള്ളത്? e⁻st ഇൻറ്റു sin 80 dt നമ്മൾ ശരിക്കും ഇതിനെ i എന്നൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യാറ് സാധാരണ. ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, ഡയറക്റ്റായിട്ട് ചെയ്യുകയാണ് ചെയ്തത്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാം. ഇൻ്റഗ്രൽ e⁻st ഇൻറ്റു sin 80 dt എന്ന് കിട്ടി. അപ്പോൾ നമ്മളതിങ്ങനെ ചെയ്ത് വന്നപ്പം നമുക്കുള്ള ടേമിൽ നമുക്ക് ആ ഒരു ടേം ഇവിടെയും കൂടി കിട്ടിയല്ലേ. നമുക്ക് വാല്യൂറ്റ് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? വാല്യൂറ്റ് ചെയ്യേണ്ടത് e⁻st ഇൻറ്റു sin 80 dt എന്താണെന്ന് കണ്ടുപിടിക്കുകയല്ലേ ചെയ്യേണ്ടത്. നമുക്കതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ e⁻st sin 80, അതുപോലെ ഇതിപ്പുറത്തേക്ക് വരും. അപ്പോൾ പ്ലസ് s²/a² e⁻st sin 80/a dt. ഇതിപ്പുറത്തേക്ക് വരുന്നൊന്നുമല്ല പറയുക, ശരിക്കും നമ്മൾ പറയുന്നത് അതുകൊണ്ടൊന്ന് ആഡ് ചെയ്യാമെന്നാണ്. ശീലം അതായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. -1/a e⁻st cos 80 മൈനസ് s/a² e⁻st sin 80. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്യാം. ഇതിനൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് e⁻st sin 80 ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് 1 + s²/a² എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കൊന്ന് LCM ഒക്കെ എടുത്തിട്ട് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്തു, e⁻st കോമൺ ആയിട്ട് എടുത്തു. പിന്നെയുള്ളത് ഇവിടെ a cos 80 എന്ന് വരും LCM എടുക്കുമ്പോൾ. അതുപോലെ പ്ലസ് sin 80 s sin 80 എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ a². ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇതാണ്. സോ നമുക്ക് ഇതുകൊണ്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? ഇൻ്റഗ്രൽ e⁻st sin 80 dt വിച്ച് ഈസ് ഈക്വൽ ടു dt. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്ന a² + s² ഡിവൈഡഡ് ബൈ a² എന്നാണ്. അതിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യം a² കട്ട് ചെയ്ത് പോവും.
മൈനസ് എ റേസ് ടു മൈനസ് എസ് ടി എ കോസ് എ ടി പ്ലസ് എസ് സൈൻ എ ടി. നമ്മളതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. നമ്മൾ തുടങ്ങിയത് എൽ ഓഫ് സൈൻ എ ടി. നമ്മൾ ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ എ ടി ഡി ടി എന്നായിരുന്നു വെച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇതാണെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എ കോസ് എ ടി പ്ലസ് എ സൈൻ എ ടി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇൻറ്റഗ്രൽ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നമ്മൾ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഉണ്ട്. ഓക്കെ, മൈനസ് പുറത്ത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ. മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 കിട്ടും. 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ടാ? ഈ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്നത് 1 ആവും. അതുപോലെ എ കോസ് 0 പ്ലസ് എസ് സൈൻ 0 എന്ന് വരാം. എ കോസ് 0 1 ആണ്, സൈൻ 0 0 ആണ്. അപ്പോൾ എ പ്ലസ് 1 കിട്ടും. അതായത് മൈനസ് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. പുറത്തൊരു മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നമുക്ക് അടുത്ത റിസൾട്ട് കിട്ടിയത് ഇതാണ്. എൽ ഓഫ് സൈൻ എ ടി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. അതുപോലെ തന്നെ നിങ്ങളിത് ചെയ്യാനും പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൽ ഓഫ് സൈൻ എ ടി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഞാൻ കോസ് എ ടി ഞാൻ ഇങ്ങനെ പറയുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. എൽ ഓഫ് കോസ് എ ടി ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതാണ് നമ്മളുടെ റിസൾട്ട് 6. ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല എന്താണെന്നുള്ളത്. നിങ്ങളൊന്ന് ഇതേ മെത്തേഡിൽ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ കോഴ്സ് വരുമ്പോൾ ചെറിയ ഒരു സൈനിലൊക്കെ ചെറിയ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എൽ ഓഫ് സൈൻ എച്ച് എ ടി. അതുപോലെ തന്നെ ഇതിലൊരു ഈസി മെത്തേഡ് പറയുന്നുണ്ട് ഇവർ, കോസ് എ ടി സൈൻ എ ടി എന്ന് പറയുന്നതിൽ. അത് ലാസ്റ്റ് പറയാം. ഓക്കെ, ഇപ്പോൾ ഇനി നെക്സ്റ്റ് പറയുന്നത് ഓക്കെ ഈസി മെത്തേഡും കൂടെ പറഞ്ഞിട്ട് പോവാം നമുക്ക്. അസ്യൂം റിസൾട്ട് 5 ഈസ് ട്രൂ ഫോർ കോംപ്ലക്സ് നമ്പേഴ്സ്. അതായത് നമുക്കിപ്പോൾ എൽ ഓഫ് സൈൻ എ ടി ആൻഡ് എൽ ഓഫ് കോസ് എ ടി എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, റിസൾട്ട് 5 അല്ല, സോറി, ഇവിടെ നമ്മൾ 1/s മൈനസ് എ എന്ന് പറഞ്ഞ റിസൾട്ട് പറഞ്ഞില്ലേ, ദിസ് വൺ. എൽ ഓഫ് ഇ റേസ് ടു എ ടി ഈക്വൽ ടു 1/s മൈനസ് എ അല്ലേ, സോറി, ഇത് റിസൾട്ട് 7 ആണ് വരിക, സോറി. അപ്പോൾ നമുക്കറിയുന്ന റിസൾട്ടാണ് എൽ ഓഫ് ഇ റേസ് ടു എ ടി ഈക്വൽ ടു, നമുക്കറിയുന്ന റിസൾട്ടാണിത്. എൽ ഓഫ് ഇ റേസ് ടു എ ടി ഈക്വൽ ടു 1/s മൈനസ് എ. നമ്മളിത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യാണ് നമ്മൾ ഈ റിസൾട്ട് കോംപ്ലക്സ് നമ്പേഴ്സിന് ട്രൂ ആണ്. അപ്പോൾ എടുക്കുകയാണ് എൽ ഓഫ് ഇ റേസ് ടു ഐ എ ടി എന്ന് പറയുന്ന റിസൾട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനും ഈ ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനും എന്താണ്, തന്നിരിക്കുന്ന റിസൾട്ട് ട്രൂ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോസിൻ്റെയും സൈനിൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, 1/s മൈനസ് എ ആണ്. ഇവിടെ ഐ എ എന്ന് പറയുന്ന നമ്പറാണ് എടുത്തിരിക്കുന്നത്. സോ 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് ഐ എ എന്ന് കിട്ടും അല്ലേ. ഇത് നമുക്ക് കോൺജുഗേറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് പ്ലസ് ഐ എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. നമ്മളിതിന് ഇമാജിനറി പാർട്ടോ റിയൽ പാർട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതി. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അതായത് എൽ ഓഫ് ഇ റേസ് ടു ഐ എ ടിയുടെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്കറിയുന്ന റിസൾട്ടാണ്, നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല, കാരണം നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിവേ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറയും. ഇ റേസ് ടു ഐ എ ടി ഈക്വൽ ടു കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി എന്ന് പറയുന്നത്, അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് ഇങ്ങനെയൊരു റിസൾട്ട് ഉണ്ട്. ഇ റേസ് ടു ഐ എ ടി ഈക്വൽ ടു കോസ് എ ടി പ്ലസ് ഐ ഇൻറ്റു സൈൻ എ ടി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം.
ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ഐ എ ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ എ ടി ഡി ടി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയത്. ഇനി നമുക്ക് ഓൾറെഡി ഇ റേസ് ടു ഐ എ ടിയുടെ റെപ്രസെൻറ്റേഷൻ ഇതാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി എന്ന് കിട്ടിയില്ലേ. നമ്മൾ ഇതിൻ്റെയും ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു കോസ് എ ടി ഡി ടി പ്ലസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു സൈൻ എ ടി ഡി ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്താണ്, ഇതെന്ന് വെച്ചാൽ എന്താ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ്, അതായത് കോസ് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ അല്ലേ ഇത് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൈൻ എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷനാണിത്. അപ്പോൾ നമുക്കിതിനെ എൽ ഓഫ് കോസ് എ ടി പ്ലസ് എൽ ഓഫ് സൈൻ എ ടി എന്ന് എഴുതാം. അതായത് നമുക്ക് എൽ ഓഫ് ഐ ഇ റേസ് ടു ഐ എ ടിക്ക് രണ്ട് എക്സ്പ്രഷൻ കിട്ടി. ഇവിടെ എൽ ഓഫ് ഇ റേസ് ടു ഐ എ ടി ഈക്വൽ ടു ദിസ് വൺ ആൻഡ് എൽ ഓഫ് ഇ റേസ് ടു ഐ എ ടി ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എൽ ഓഫ് കോസ് എ ടി ഈക്വൽ ടു മുകളിൽ തന്നിരിക്കുന്ന റിയൽ പാർട്ട് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഇമാജിനറി പാർട്ട് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അതുകൊണ്ട് എൽ ഓഫ് സൈൻ എ ടി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതായത് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് സൈനിൻ്റെയും കോസിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനു വേണ്ടി എന്തറിഞ്ഞാൽ മതി, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ എങ്ങനെയാണ് സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിൽ എഴുതാമെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി നമ്മളെ പരിചയമുള്ളൊരു ഫംഗ്ഷനാണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഇനി നമുക്ക് ആ റിസൾട്ടും കൂടെ പറയാം. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, അതായത് 7 റിസൾട്ട് 8 L of sin h a t which is equal to a divided by s square minus a square where s is greater than mod a. ഇവിടെ നമുക്ക് f of t എന്താണ്, sin h a t for all t greater than or equal to 0. അപ്പോൾ നമുക്കിവിടെ L of sin h a t ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളുടെ റിസൾട്ട് എഴുതാം. നമുക്ക് ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു സൈൻ എച്ച് എ ടി ഡി ടി. ഓക്കെ, ഇനി സൈൻ എച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സൈൻ എച്ച് എന്താണ്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എക്സ്പോണൻഷ്യലുള്ള ടേംസിലാണ് അല്ലേ. നമുക്ക് ആ ഡെഫിനേഷൻ ഇവിടെ യൂസ് ചെയ്യാം. ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു, അല്ലാതെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. കാരണം എന്താ വെച്ചാൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് വരുമ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് വന്നാലും നമ്മൾ നേരത്തെ പ്രൊസീഡ് ചെയ്ത പോലെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അത് സിമ്പിളായിട്ടുള്ള ഒറ്റ ടേംസിലുള്ള ഇൻറ്റഗ്രേഷൻ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സൈൻ എച്ച് എ ടിയുടെ റെപ്രസെൻറ്റേഷൻ എന്താണ് വരിക, ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ, ഡി ടി. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 നോട്ട്സ് എടുക്കാം. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. അതായത് 1/2 നോട്ട്സ് എടുത്തു, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി എന്ന് വരും. അപ്പം ഞാനതിനെ ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ടി എന്ന് എഴുതാമല്ലോ. ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എ ടി എന്ന് എഴുതാം. അത് ഞാനൊന്ന് മാറ്റി എഴുതിയതാണ്. അതുപോലെ തന്നെ മൈനസ് ഇവിടെ എന്ത് വരും, ഇ റേസ് ടു മൈനസിന് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എസ് പ്ലസ് എ ടി എന്ന് വരും. അതായത് ഈ രണ്ട് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. ഓക്കെ, ഡി ടി. ഇനി നമുക്കിതിനെ സിമ്പിളായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ 1/2 ഇൻറ്റു ഇവിടെ നമുക്ക് ഇ റേസ് ടു മൈനസ് എസ് മൈനസ് എ ടി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ. ഇവിടെ നമുക്ക് മൈനസ് ഇ റേസ് ടു മൈനസ് ഓഫ് എസ് പ്ലസ് എ എസ് പ്ലസ് എ ടി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് എ എന്ന് കിട്ടും. 0 ടു ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്യാം നമ്മൾ. നമുക്ക് കിട്ടുന്നത് 1/2 ഇൻറ്റു ആദ്യത്തെ കേസിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് മൈനസ് എ ടിയിൽ നമ്മൾ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 0 വരും, ഇവിടെയും 0 വരും. സോ മൊത്തത്തിൽ 0 എന്ന് പറയുന്ന ടേമാണ് വരിക. മൈനസ് ഇനി നമുക്ക് എന്താണ് ഇത് അപ്ലൈ ചെയ്യാം, 0 അപ്ലൈ ചെയ്യാം. അപ്പോൾ 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ മൈനസ് ഇവിടെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് എസ് പ്ലസ് എ, ഇവിടെ ഒരു പ്ലസ് ആ എസ് പ്ലസ് എ. അതായത് നമുക്കിവിടെ കിട്ടുന്നത് ഇതിനെ ഒന്ന് നമുക്ക് സോൾവ് ചെയ്യണം. 1/2 ഇൻറ്റു നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതായത്
മൈനസ് ഓഫ് എസ് മൈനസ് എ പ്ലസ് എസ് പ്ലസ് എ എന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എസ് പ്ലസ് എ ഇവിടെ വന്നു, മൈനസ് ഓഫ് എസ് മൈനസ് എ വന്നു. അപ്പോൾ എയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2a എന്ന് വരും. 2a ഡിവൈഡഡ് ബൈ ഇവിടെ എസ് പ്ലസ് എ ഇൻറ്റു, അതായത് എസ് പ്ലസ് എ ഇൻറ്റു എസ് മൈനസ് എ എന്നല്ലേ വരുന്നത്. ഇതിനൊന്ന് നല്ലോണം എഴുതിയാൽ മതി, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതിനെ നമുക്ക് 1 ബൈ എസ് മൈനസ് എ മൈനസ് 1 ബൈ എസ് പ്ലസ് എ ഉണ്ട്. ഓക്കെ, മൈനസിനുള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു ഇവിടെ നമുക്ക് എസ് പ്ലസ് എ എസ് മൈനസ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് പ്ലസ് എ മൈനസ് എസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2a ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതായിരുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദിസ് ഇസ് ദ റിസൾട്ട്. ഓക്കെ, ഇനി നമുക്ക് കോസെറ്റ് എ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളത് കണ്ടുപിടിക്കുക. 9th one, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. കോസെറ്റ് എ ടിയുടെ എക്സ്പ്രഷൻ എന്താണ്? കോസെറ്റ് എ ടി എക്സ്പ്രഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസെറ്റ് എ ടി എന്ന് പറഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. അതുപോലെ കോസെറ്റ് എ ടിയുടെ എക്സ്പ്രഷൻ എന്താണ്? ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2i. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ ചെയ്യുന്നില്ല, നേരത്തെ പ്രൊസീഡ് ചെയ്ത പോലെ തന്നെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മളിപ്പം മൊത്തം 10 എണ്ണത്തിൻ്റെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഇ റേസ് ടു എ ടി, അത് റിമാർക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ അതും കൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതോടുകൂടി കഴിഞ്ഞു എലിമെൻ്ററി ഫങ്ഷൻസിൻ്റെ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മെമ്മറൈസ് ചെയ്താൽ നന്നാവും, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ കോസെറ്റ് എ ടിയുടെ എക്സ്പ്രഷൻ ഇതല്ല, എനിക്ക് തെറ്റിപ്പോയതാണ്. ഇവിടെ ഐ 2a ഇത് യൂസ് ചെയ്ത് ചെയ്താൽ ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മറ്റേത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെ, അതായത് കോംപ്ലക്സ് വേരിയബിൾസിൻ്റെ ഫംഗ്ഷനിൽ സൈനിനെയും കോസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ബാക്കിയുള്ളത് നോക്കുക, ഇത് അതുപോലെ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.